ഹലോ എല്ലാവർക്കും നമസ്കാരം. കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു മിനി വ്ളോഗ് വീഡിയോയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കിന്ന് സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, അഭിപ്രായങ്ങളെല്ലാം പറയണം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ടോളൂ. അപ്പോൾ നമുക്കിന്ന് അമ്മ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെച്ച് തന്നേക്കുന്നത്. കിച്ചുകൂട്ടിന് ബിരിയാണി ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അച്ഛൻ അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എപ്പോഴും ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒത്തിരി നാളായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇന്ന് അമ്മ ചിക്കൻ കറി, നല്ല അടിപൊളി ചിക്കൻ കറിയും ബിരിയാണിയും എല്ലാം രാവിലെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കും അച്ഛയ്ക്കും ഒരു മരിച്ചട കൊണ്ടായിരുന്നു, അതിന് പോയേ. അന്നേരത്തേക്കും കിച്ചുവിനും കാശിക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കേണ്ടത്. ചള്ളാസും പപ്പടവും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഇടയായിട്ട് കുറച്ച് നാളായി ഇപ്പം ബിരിയാണി ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കത്തില്ല, അതുപോലെ തന്നെ ടേസ്റ്റ് ആയിരുന്നേ. അച്ഛാമ്മയും പാചകക്കാരാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ കിച്ചിക്കൂടിനും കാശിക്കൂടിനും കരളും എല്ലാം കൂട്ടി കൊടുക്കുവാണ്. നേരത്തെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്കും രാവിലെ ഉള്ളതായിരുന്നു കരൾ. ഇപ്പോൾ അത് നേരെ തിരിച്ചായി, കാശിക്കും കിച്ചുവിനുമാണ് കേട്ടോ കരൾ കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കരളെ അവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടമാണ്. അന്നേരത്തേക്ക് അവർക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട കിച്ചു സൂപ്പറാന്ന് കാണിക്കുന്നതാണ്. അതേ കാശിയോട് സൂപ്പർ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അല്ലാത്തപ്പോഴെല്ലാം അവൻ കൈയും കൊണ്ട് വെള്ളം കുടിച്ചാലും അങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എനിക്കിട്ട് നോക്കിയിരിക്കുക, കാണിക്കുന്നേ ഇല്ല സൂപ്പർന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ വഴിയേ പറയാവേ. അത് കഴിഞ്ഞപ്പോൾ ഞാനും കഴിക്കുവാണേ. നമ്മളിങ്ങനെ സെൽഫി പോലെ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നത് തോന്നുന്നത്. സാധാരണ എല്ലാവരുടെയും വീഡിയോ കാണുമ്പം മിക്കവരും കമൻറ്റ് ഇടാറുണ്ട്. എൻ്റെ വീഡിയോയ്ക്കല്ല, വേറെ ആരുടെയും വീഡിയോയ്ക്കൊക്കെ കാണാറുണ്ട് ഇത് തന്നെ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ സെൽഫി പോലെ പിടിക്കുമ്പോൾ അങ്ങനെ തോന്നുന്ന കേട്ടോ, വലത്തെ കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം പപ്പടവും നല്ല അടിപൊളി ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ വേറൊന്നുമല്ല. നമുക്ക് ചില ദിവസം 8ൻ്റെ പണി എന്നൊക്കെ പറയത്തില്ലേ, ഇരട്ടി പണി എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നും. പറയാനായിട്ട് അച്ഛയും അമ്മ ഇവിടെ ഇല്ലേന്ന് താനും. അന്നേരം ഇപ്പോൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കാശി ഒരു വീഴ്ചയും കഴിഞ്ഞ് ഉറങ്ങുവാണേ. കാശിയാണെങ്കിൽ എപ്പോഴും തലയിടിച്ച് തന്നെ വീഴുന്നത്. അവൻ തന്നെ വെള്ളം ഒഴിച്ച് അവൻ തന്നെ വീണ് തലയിടിച്ച് ഇന്ന് തലയുടെ പുറകിടിച്ച കേട്ടോ വീണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് രാവിലെ തൂത്തുവാരം തുടയ്ക്കലും എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് അതൊന്നും ഇനിയില്ല. പിന്നെ അടുക്കള മാത്രം ഒന്നും കൂടെ തൂത്തൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. രാവിലെ തൂത്തുവാരം തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമ്മയെ ബിരിയാണി ഉണ്ടാക്കിയിട്ട്, ഇന്ന് രാവിലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ രണ്ടുപേരും മരിച്ചിടക്കിന് പോയി. ഇത് ഞാൻ രാവിലെ കല്ലേ കഴുകിയിട്ടൊക്കെ തുണി കേട്ടോ. കിച്ചുകൊണ്ടേയും കാശിക്കൊണ്ടേയും ഒരു ലോഡുണ്ട് കഴുകാണ്ട്. അത് കഴിഞ്ഞപ്പോൾ രാവിലേട്ടൻ്റെ ജീൻസും പിന്നെ ഷീറ്റുകളും എല്ലാം കൂടെ മെഷീൻ ഇടാന്ന് വെച്ചേ. എന്നിട്ട് മെഷീൻ ഇട്ട് പിഴിഞ്ഞാൽ ഞാൻ വീണ്ടും 2-3 വെള്ളത്തിൽ ഒന്നും കൂടെ പിഴിയും. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമേ. അപ്പോൾ കിച്ചു എൻ്റെ കൂടെ വന്നേക്കണം. അപ്പോൾ കാശി എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇതെല്ലാം തീർക്കണ്ടേ. അതിന് ഞാൻ പെട്ടെന്ന് എല്ലാം ചടപടെന്ന് വെച്ച് നമ്മുടെ ഉണങ്ങുന്ന സാധനമാണ്, വർക്കും അല്ലായിരുന്നു. പിന്നെ കൈ കൊണ്ട് പിഴിഞ്ഞ് എല്ലാം വിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പണി തന്നു. പൊട്ടിപ്പോയി നേരെ തുണി എല്ലാം താഴോട്ട്. എല്ലാം മണ്ണിലാണ് കേട്ടോ പോയത്. അന്നേരം എനിക്കങ്ങ് ശരിക്കും സങ്കടം വന്നു കേട്ടോ. ഞാനങ്ങ് ഇരുന്ന് കുറേ നേരം കരഞ്ഞു പോയി. കിച്ചുകൊണ്ടും ഓടി വന്ന് എന്നാ കരയുന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും മഴക്കാറും വെച്ച് എന്നിട്ട് ഞാനതെല്ലാം സൈഡിലോട്ട് വിരിച്ച് പിഴിയാനുള്ള എല്ലാം മാറ്റി വെച്ചേ. മണ്ണിൽ പോയത് അതാണ് കേട്ടോ ബക്കറ്റിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ വിരിച്ചിട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും വെയിൽ തെളിഞ്ഞു. അങ്ങനെ ചില ദിവസം നമുക്ക് അങ്ങനെയല്ലേ. നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ഇതുപോലത്തെ പണികളൊക്കെ? കാശി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടേ. ഇതൊക്കെയാണ് ചില ദിവസം നമുക്ക് ഭയങ്കര ഭാഗ്യക്കേടാണ്. അപ്പോൾ ചിരിക്കുന്നൊന്നും ഇല്ല കേട്ടോ. കാശിനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ബാക്കി പിഴിയുവാണ്. എന്നായാലും ഇന്ന് വഴക്കൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളേ. ഇന്ന് സത്യം പറഞ്ഞ് എണീറ്റിട്ട് ഒരു 5 മിനിറ്റ് ശരിക്കും കുത്തിയിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, മുന്നോട്ടും ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്നാണ് കേട്ടോ യൂട്യൂബിൽ നമ്മുടെ അൽഗോരിതം വെച്ചിട്ട് പറയുന്നത്. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെക്കാട്ടി കൂടുതൽ നോട്ട് സബ്സ്ക്രൈബഡ് എന്നുള്ളതാണ് നമ്മുടെ ചാനലും ഷോർട്സും ഒക്കെ വ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു ഗൈസ്.